ഹായ് ഹലോ വെൽക്കം ടു ജിസ് ഓൺലൈൻ മൂവി ടോക്കിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കളങ്കാവൽ മൂവിയെക്കുറിച്ചാണ് കേട്ടോ. സൂപ്പർ ഹിറ്റായ ഓടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ OTT-യിലും നല്ല അഭിപ്രായങ്ങൾ കേൾപ്പിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന കളങ്കാവൽ മൂവിയെക്കുറിച്ചുള്ള ഒരു കൊച്ചു അഭിപ്രായമാണ്. ഒരിക്കലും റിവ്യൂ അല്ല, മൂവിയെക്കുറിച്ചുള്ള മൂവിയിലെ ആക്ടേഴ്സിൻ്റെ പ്രകടനത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്. ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെയാണ് സിനിമ കാത്തിരുന്നത്. അപ്പോൾ തിയേറ്ററിൽ എനിക്കിവിടെ കാണാൻ പറ്റിയില്ല. ഞാനിവിടെ UK ലണ്ടനിലാണ്, അപ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ കാണാൻ പറ്റിയത് ഇപ്പോൾ OTT വന്ന ശേഷമാണ് ഞാൻ പടം കണ്ടത്. അപ്പോൾ എൻ്റെ പ്രതീക്ഷയിലൊക്കെ എങ്ങനെയായിരുന്നു, ആ പ്രതീക്ഷകൾക്കനുസരിച്ച് പടത്തിന് വരാൻ വേണ്ടി സാധിച്ചോ എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുന്ന പ്രതീക്ഷയോടെ നമുക്ക് നേരെ മൂവിയിലോട്ട് എടുക്കാം. നവാഗതനായിട്ടുള്ള ജിതിൻ K. ജോസ് സംവിധാനം ചെയ്ത് വിനായകൻ നായകനായി മമ്മൂട്ടി വില്ലനായി മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഒരു സിനിമയാണ് കളങ്കാവൽ. അപ്പോൾ ഇതിനോടകം തന്നെ 82 കോടിയോളം രൂപ കളങ്കാവൽ നേടി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ കളങ്കാവൽ സിനിമ പ്രതീക്ഷിച്ച നിലവാരം പുലർത്തിയോ? ഞാൻ ഈ കളങ്കാവൽ റിലീസാവുന്നതിനെക്കുറിച്ച് പ്രതീക്ഷ പങ്കുവെച്ചൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കളങ്കാവൽ മുന്നോട്ട് പോയോ എന്നുള്ളതാണ്. അപ്പോൾ കളങ്കാവൽ എന്നൊരു ഓൾറെഡി അറിയാം, അതൊരു നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. പക്ഷേ സിനിമയിലോട്ട് വന്ന് കുറേ സിനിമാറ്റിക് ആക്കിയിട്ട് കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട്, സ്വാഭാവികം. അപ്പോൾ നടന്നൊരു സംഭവമാണ് എന്ന് ഓൾറെഡി എനിക്കറിയാം. സൈലഡ് മോഹനെ കുറിച്ചൊക്കെ ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നത്. ആ പ്രതീക്ഷയ്ക്കനുസരിച്ചൊരു കിക്ക് എനിക്ക് കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ്. കാരണം മമ്മൂട്ടി വില്ലനായിട്ടെത്തുമ്പോൾ, വിനായകൻ നായകനായിട്ടെത്തുമ്പോൾ ഇപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു കൊടുക്കൽ വാങ്ങൽ അവിടെ എക്സ്പെക്ട് ചെയ്തു. കാരണം തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ ക്യാരക്ടർ സൈലഡ് മോഹൻ, അത് ഈ പടത്തിൽ വരുമ്പോൾ സ്റ്റാൻലി ദാസ് എന്നുള്ളൊരു ക്യാരക്ടറായിട്ട് മാറി. അപ്പോൾ സ്റ്റാൻലി ദാസിനോളം തന്നെ, അതായത് വില്ലനോളം മികച്ചു നിൽക്കുന്നൊരു നായകനായിരിക്കണം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, നായകനോളം മികച്ചു നിൽക്കുന്ന ഒരു വില്ലനാണ് എങ്കിൽ ആ പടം അടിപൊളിയായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടാവും തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ അയ്യപ്പനും കോശിയൊക്കെ പോലെ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്തരം പടങ്ങളൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ. പക്ഷേ ഇതിലോട്ട് വരുന്ന സമയത്ത് വിനായകൻ വളരെ വീക്കായി തോന്നി. കാരണം വിനായകൻ എന്ന് പറഞ്ഞ നടൻ അദ്ദേഹം ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഒരു നടൻ എന്ന രീതിയിൽ നല്ല രീതിയിൽ എനർജിയുള്ള നല്ല സൂപ്പറായിട്ട് അഭിനയിക്കാൻ സാധിക്കുന്നൊരു നടനാണ്. അത് നമ്മൾ ജയിലറിൽ കണ്ടു കഴിഞ്ഞു, അതിനു മുമ്പ് പല സിനിമകളിലും കണ്ടു കഴിഞ്ഞു. പല കോമഡി വേഷങ്ങളിൽ അദ്ദേഹം ചെയ്തത്, അല്ലെങ്കിൽ ഗുണ്ടയായിട്ട് അഭിനയിച്ചതിലൊക്കെ അദ്ദേഹം നമ്മൾ ആ എനർജി നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. അദ്ദേഹത്തിന് എനർജി ഒരു അപാര എനർജി തന്നെയാണ്. പക്ഷേ ഈ സിനിമയിലോട്ട് വന്നപ്പോൾ സീരിയസ് ആവാൻ വേണ്ടി ശ്രമിച്ചതാണോ, അതോ ഇനിയിപ്പോൾ ക്യാരക്ടറിന് അങ്ങനെ ഒരു രൂപരേഖ കൊടുത്താണോ ഡയറക്ടർ എന്നറിയില്ല. വിനായകൻ വളരെ സ്ലോ ആയിരുന്നു. സ്ലോ എന്ന് പറഞ്ഞാൽ എനർജിയുടെ ആ ഒരു ക്യാരക്ടർ, നത്ത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൻ്റെ ആ ഒരു എനർജിയുടെ, നത്ത് ജയകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് എനിക്ക് ഓർക്കുന്നത്. ആ ഒരു എനർജിയുടെ പകുതി പോലും ഇല്ല. ഐ മീൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ, ഓക്കെ ഇത്തരം ഒരു സംഭവം നടക്കുന്നു, അപ്പോൾ ഈ ഒരു വില്ലനെ കണ്ടുപിടിക്കണം, അതിന് വേണ്ടിയുള്ള ഒരു എനർജി. അപ്പോൾ അതിന് പലപ്പോഴും പലരും കണ്ടു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു സിനിമാറ്റിക് ആയിട്ടല്ല, ഒരു ഓഫ് ബീറ്റ് മൂവി പോലെയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഒരു സിനിമാറ്റിക് ആയിട്ടല്ല, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സുരേഷ് ഗോപിയുടെ പോലീസ് ക്യാരക്ടേഴ്സിനൊക്കെ പോലെ എനർജറ്റിക് ആയിട്ടുള്ളൊരു പോലീസ് ക്യാരക്ടറൊക്കെ സിനിമയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് കുറച്ചുകൂടി റിയൽ ലൈഫിനോട് ചേർന്ന് നിൽക്കുന്ന ടൈപ്പാണ് എന്ന രീതിയിലൊക്കെ പല പ്രത്യാരോപണങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക പ്രതിരോധങ്ങളൊക്കെ കണ്ടു. പക്ഷെ നമ്മൾ എന്നിരുന്നാൽ കൂടി നമുക്ക് ആ ഒരു പടത്തിൻ്റെ പടത്തിലൂടെ ഇറങ്ങി ചിന്തിക്കുമ്പോൾ, നമ്മൾ സിനിമ കാണുമ്പോൾ വിനായകൻ്റെ കൂടെ ഈ ഒരു വില്ലനെ തേടി ഇറങ്ങുമ്പോൾ ഒരിക്കലും നമ്മളുടെ മനസ്സ് സഞ്ചരിക്കുന്ന ദൂരം അത്ര സ്പീഡിൽ പോലും വിനായകൻ്റെ മനസ്സ് സഞ്ചരിക്കുന്നില്ല, അല്ലെങ്കിൽ വിനായകൻ്റെ കഥാപാത്രമായിട്ടോ ഞാൻ പറഞ്ഞു സഞ്ചരിക്കുന്നില്ല എന്നെനിക്ക് പേഴ്സണലി ഫീലായി. പിന്നെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ സ്റ്റാൻലി ദാസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ തുടക്കത്തിൽ സ്റ്റാർട്ടിങ് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ് കാണിച്ചിട്ട് സിനിമ തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ആ സിനിമ തുടങ്ങുമ്പോൾ ഫസ്റ്റ് കൊലപാതകം പെട്ടെന്ന് ഞെട്ടിക്കലായിരുന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ സയനൈഡ് മോഹൻ എല്ലാവരെയും സയനൈഡ് കൊടുത്തിട്ടാണ് കൊല്ലുന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ്, ഇതിന് ശേഷം സയനൈഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്ത് പോകുന്നു, ബാത്റൂം, ആ ഒരു സീൻ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് ആദ്യമേ ഷാള് കൊണ്ട് കൊല്ലുന്ന സീനാണ്. പണ്ടൊരു സിനിമയിൽ ലാലേട്ടന് അതേപോലെ ഒരു നായികയുടെ പേര് സ്വപ്ന എന്ന് തോന്നുന്നുണ്ട്, പടം എനിക്ക് ഓർമ്മയില്ല. ആ നായിക ഇതേപോലെ ബെഡ്റൂമിൽ വെച്ചിട്ട് ഇങ്ങനെ സ്നേഹത്തോടെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ കഴുത്തിൽ ഇതാക്കി കൊല്ലുന്നുണ്ട്. അപ്പോൾ ഇത് അതേപോലെ, പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ കൊല്ലുമെന്ന്. ഈ സീൻ ഇപ്പോൾ വരുന്നു, അത് പെട്ടെന്ന് ഞെട്ടലുള്ള വാക്കി. അത് മമ്മൂട്ടിയുടെ മുഖത്തെ എക്സ്പ്രഷനും അടിപൊളിയായിരുന്നു. മമ്മൂട്ടിയുടെ കട്ടയ്ക്ക് അഭിനയിച്ച ശ്രുതി രാമചന്ദ്രൻ്റെ പെർഫോമൻസും സൂപ്പർബായിരുന്നു. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എനിക്കങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം എനിക്ക് അവിടെ കിട്ടി. പ്രണയത്തിൻ്റെ ഭാവങ്ങളും അതേപോലെ പെട്ടെന്ന് പ്രണയം മരണത്തിലോട്ട് വഴിമാറുമ്പോൾ അവരുടെ ഒരു വല്ലായ്കയൊക്കെ അതിൽ കറക്റ്റ് ഫീലായി. പക്ഷെ അതിനുശേഷം മമ്മൂക്ക ഈ ഒരു ഡെഡ് ബോഡിയെ ബാഗിലോട്ട് ഇട്ടിട്ട് തിരിച്ചു കൊണ്ടുവന്ന സീനുണ്ട്. അതെനിക്ക് പെട്ടെന്ന് ദഹിച്ചില്ല. എന്താ കാരണം വെച്ചെങ്കിൽ, മമ്മൂട്ടിയെ പോലെയുള്ള 10-50 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു മെഗാസ്റ്റാർ അദ്ദേഹം ആ സീൻ അഭിനയിക്കുമ്പോൾ എനിക്കൊരിക്കലും ഫീൽ ചെയ്യുന്നില്ല ആ ഒരു ഡെഡ് ബോഡി ഇങ്ങനെ ഏറ്റിക്കൊണ്ടുപോകുന്ന ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിൻ്റെ ഫേസിലില്ല. നമ്മൾ സാധാരണ ഒരു ബാഗും
പൊക്കി വരുന്ന പോലെയാണ്. 10-50 കിലോയൊക്കെ ഭാരമുള്ള ഒരു ബാഗാണ് തൂക്കുന്നത് എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടിയില്ല. എന്നിട്ട് കാറിലോട്ട് അത് വെക്കുന്നത് അനായാസമായാണ് അദ്ദേഹം അത് എടുത്ത് വെക്കുന്നത്. അതെനിക്കൊരു കല്ലുകടി ഉണ്ടായി. പക്ഷേ പടത്തിൻ്റെ ക്ലൈമാക്സിൽ, ഈ പടം കാണാത്തവരാണ് ഇത് കാണേണ്ടതില്ല, സ്പോയിലറാണ് കേട്ടോ. പടത്തിൻ്റെ ക്ലൈമാക്സിൽ ഇതേപോലെ സ്റ്റാലിൻദാസിൻ്റെ മൃതദേഹത്തെ ബാഗിലാക്കിയിട്ട്, മൃതദേഹത്തെയോ അല്ലെങ്കിൽ സ്റ്റാലിൻദാസിന് മുറിവേറ്റ സ്റ്റാലിൻദാസിനെയോ, കാരണം എന്താ വെച്ചെങ്കിൽ സിനിമ കഴിയുമ്പോൾ ചെറിയ രീതിയിലൊരു സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ടാവില്ല, പക്ഷേ ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിൽ സിംബോളിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ സ്മോക്കിംഗ് പുക ഇങ്ങനെ പോകുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചെങ്കിൽ വിനായകനും മറ്റേ പോലീസുകാരൻ ക്യാരക്ടറും കൂടി ബാഗിലുള്ള ഡെഡ് ബോഡി എടുത്തിട്ട് ഈ കാറിൻ്റെ ഡിക്കിലോട്ട് വെക്കുമ്പോൾ അവർ നല്ല ബുദ്ധിമുട്ടിയാണ് വെക്കുന്നത്. ആ ഒരു സീൻ കാണിക്കുന്നു. അതേസമയം മമ്മൂട്ടി ഫസ്റ്റ് ചെയ്യുന്ന സീനിൽ വളരെ അനായാസമാണ് അത് ചെയ്തത്. അപ്പോൾ ആ ഒരു കല്ലുകടി ഉണ്ടായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി എനിക്ക് മമ്മൂക്ക എന്ന് പറഞ്ഞ ഗ്രേറ്റ് ആക്ടറിൽ ഇഷ്ടപ്പെടാത്ത, അദ്ദേഹത്തിൻ്റെ എനിക്ക് അത്ര ദഹിക്കാത്തൊരു സംഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീൻസാണ്. ഇപ്പോൾ നമ്മൾ ലാലേട്ടന് എങ്ങനെയാണോ മറ്റു ഭാഷകൾ കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മലപ്പുറം ഭാഷയും പോലെയുള്ള മറ്റു സ്ലാങ്സ് കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പരാജയപ്പെടുന്നത് എന്ന പോലെയാണ് മമ്മൂക്ക. അപ്പോൾ ക്ലൈമാക്സിലെ ഒരു ആക്ടിങ് എന്ന് പറയുന്നത് കറക്റ്റ് കൊറിയോഗ്രഫി ചെയ്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരിക്കലും ഒരു ആക്ഷൻ സീൻ നമ്മൾ കൊറിയോഗ്രഫി ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ലെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നമ്മളൊരു ലേറ്റസ്റ്റ് കണ്ട നല്ലൊരു ആക്ഷൻ സീൻ എക്കോ മൂവിയിലെ ക്ലൈമാക്സിലെ ആക്ഷൻ ആയിരുന്നു. സന്ദീപ് പ്രദീപും അതേപോലെ തന്നെ ബിനു പപ്പുവും തമ്മിലുള്ള ഒരു പാറക്കെട്ടിലേക്ക് ഒരു ആക്ഷൻ സീൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബിനു പപ്പു മാത്രമല്ല, അതിൽ മറ്റൊരു അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല. ബിനു പപ്പുവിൻ്റെ കൂടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, രഞ്ജിത്ത് അങ്ങനെ എന്താണ് പേര് തോന്നുന്നു. അപ്പം അദ്ദേഹവുമായിട്ടുള്ള ആക്ഷൻ സീനൊക്കെ പക്കായിരുന്നു. നമുക്ക് കൊറിയോഗ്രഫി ചെയ്താണെന്ന് അറിയില്ലായിരുന്നു. ഒറിജിനൽ ഒരു റോ ഫൈറ്റ് ആയിരുന്നു അത്. പക്ഷേ ഇതിലോട്ട് വരുന്ന സമയത്ത് കറക്റ്റ് ഒഴിഞ്ഞു മാറുന്ന സീനും ഒക്കെ നമുക്ക് കറക്റ്റ് ടൈമിന് തെറ്റുന്നു. അത് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത് നമ്മളിവിടെ നിലത്തോട്ട് ഇടിക്കുമ്പോൾ വിനായകൻ ഇങ്ങോട്ട് മാറുന്നു, അടുത്ത സീൻ വിനായകൻ തിരിഞ്ഞടിക്കുന്നു. അത് നമുക്കൊരു എന്താ പറയുക, ആ ഒരു കൊറിയോഗ്രഫി ചെയ്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ശരീരം ഇളകുന്നില്ല, പക്ഷേ ഫേസിൽ എക്സ്പ്രഷൻ ഉണ്ട് താനും. ഇപ്പോൾ വിനായകനൊക്കെ ഫേസിലും വേദനയുടെയൊക്കെ എക്സ്പ്രഷൻ നന്നായിട്ടുണ്ട്. പക്ഷേ വേദന അത്രയ്ക്കും എക്സ്പ്രസ് ചെയ്യാൻ മാത്രമുള്ള രീതിയിലുള്ളൊരു അടി അതിൽ കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആക്ഷൻ സീനിൽ നമുക്ക് പരാജയമായിരുന്നു. പക്ഷേ ഒന്നും പറയാനില്ല, അദ്ദേഹത്തിൻ്റെ സ്ലാങ്, അതായത് തിരുവനന്തപുരം ഭാഷ കിടുവായിരുന്നു. അതേസമയം ആ ഒരു തിരുവനന്തപുരംകാരൻ തമിഴ് പറയുന്ന പോലെ തമിഴ് പറയുമ്പോഴും തിരുവനന്തപുരം തമിഴ് അതും അതിമനോഹരമായ രീതിയിൽ തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു. അതിലൊന്നും ഒരു രക്ഷയുമില്ല, കയ്യടി അർഹിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഒരിക്കലും ഇപ്പോൾ പലരും പറയുന്നു ഈ 2025 മികച്ച നടനുള്ള അവാർഡ് നമുക്ക് തൂക്കുന്നത് എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം അത്തരം ഒരു പെർഫോമൻസ് ആയിട്ട് ഒരിക്കലും ഈ ഒരു പെർഫോമൻസിനെ വിലയിരുത്താൻ സാധിക്കില്ല. ബ്രഹ്മയുഗത്തിലേക്ക് പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. കാരണം തുടരും എന്ന സിനിമയിൽ മോഹൻലാൽ, അതിന് പൊന്മാനിലെ ബേസിൽ ജോസഫ്, ഇവരൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ പൊന്മാനിലെ ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടറിൻ്റെ അഭിനയം കളങ്കാവിലെ മമ്മൂക്കയുടെ അഭിനയത്തെക്കാളും ഒരു പടി മുന്നിലോട്ടാണ് എന്ന് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത് മേ ബി ബേസിലിനെ പോലുള്ള ഒരാളിൽ നിന്നും അത്തരം ഒരു എക്സ്പ്രഷനും അത്തരം ഒരു ആക്ടിങ് ലഭിച്ചത് കൊണ്ടുള്ള ഒരു കിക്ക് കൊണ്ടായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ടാകും. കാരണം ഞാൻ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സ്പോർട്സിലോട്ട് വരാം. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഹർഷത് റാണ 50 അടിച്ചൊരു മാച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ ഇന്ത്യ തോറ്റു ന്യൂസിലാൻഡിനോടെതിരെ. ആ കളിയിൽ ഹർഷത് റാണയും വിരാട് കോഹ്ലിയും ചേർന്ന് 8ാം വിക്കറ്റിൽ 99 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഹർഷത്ത് ഒരു 4 കൂറ്റൻ സിക്സുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം 6 അടിക്കുമ്പോൾ രോഹിത് ശർമ്മയുടെ ഫേസ് എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു. കളി തോറ്റു എന്ന സ്ഥലത്ത് നിന്നും ജയത്തിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 40 പന്തുകളിൽ നിന്നും 60 എന്ന രീതിയിലോട്ട് ഇങ്ങനെ കുറഞ്ഞു, നമ്മുടെ പന്തും റണ്ണും തമ്മിലുള്ള അകലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹർഷത്ത് അടിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഹാപ്പിയാണ്. കാരണം എന്താ, അപ്പുറത്ത് വിരാട് അടിക്കുമ്പോൾ വിരാട് അടിക്കുമെന്നറിയാം. വിരാട് അടിച്ചില്ലെങ്കിലാണ് ഫേസ് മാറുക. 6 ബോളിൽ 6 സിക്സും അടിക്കാൻ സാധ്യതയുള്ള ഒരു ബാറ്ററാണ് വിരാട്. 6 ബോളിൽ 1 സിക്സ് മേ ബി അടിക്കുമായിരിക്കാം ഹർഷത്ത്. അങ്ങനെയുള്ള ഹർഷത്ത് 2 സിക്സ് അടിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞ പോലെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വീണ്ടും പ്രതീക്ഷിക്കും. പക്ഷേ ബേസിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം അഭിനയിച്ച് ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഗിയർ ചേഞ്ച് കാണുമ്പോൾ നമ്മൾ ഞെട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ കളങ്കാവലിനേക്കാളും കൂടുതൽ പെർഫോമൻസ് ബേസിൽ ചെയ്തിട്ടുണ്ട്. തുടരും പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം അവിടെ ഒരു ഫാൻ ഫൈറ്റിൻ്റെ ഒരു സംഭവം വരും. നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിലും മമ്മൂട്ടി മോഹൻലാലിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ ഞാൻ മമ്മൂട്ടിയാണ് ബെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ മമ്മൂട്ടി ഫാനാക്കും, മോഹൻലാലാണ് ബെറ്റർ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഫാനാക്കും. അതുകൊണ്ട് തന്നെ ഞാൻ മോഹൻലാലുമായിട്ട് താരതമ്യം ചെയ്യുന്നില്ല, ഞാൻ ബേസിലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കേരളത്തിൽ ഒരു 10-20% പേർക്കെങ്കിലും ഇങ്ങനൊരു സംഭവം നടന്നായിട്ട്, ഇങ്ങനൊരു കഥ, ഇങ്ങനൊരു സയഡ് മോഹൻ്റെ കഥ നടന്നായിട്ടും അറിയാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെ അറിയാത്ത ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ഈ സിനിമ കാണുമ്പോൾ ഒരു സംഭവമായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇങ്ങനെ അറിയുന്ന എന്നെപ്പോലെ ആൾക്കാർ ഒരുപാട് പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഈ സൈറഡ് മോഹനെ എങ്ങനെയാണ് മമ്മൂട്ടി സ്ക്രീനിൽ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലെവൽ നമുക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ കുറേ പേര് പറഞ്ഞു കേട്ടു ഇയാൾ എങ്ങനെയാണ് ഇത്രയും പേരെ പെട്ടെന്ന് പ്രേമിച്ച് വളയ്ക്കുന്നത് എന്നുള്ളത്. ഇതൊരു സിനിമയാണ്, അവരോട് എനിക്ക് പറയാനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്. കാരണം
വളരെ നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. മമ്മൂട്ടി നോക്കുമ്പോൾ പെണ്ണ് വളയാൻ കാത്തിരിക്കുകയാണെന്നുള്ളതൊക്കെ. ഒരു 10-30ഓളം പെൺകുട്ടികളെ ഈ ഒരു കഥാപാത്രം 10-30 പരം പെണ്ണുങ്ങളെ ഇതേപോലെ ചതിക്കുകയും പറ്റിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് സ്ക്രീനിൽ കാണിക്കാൻ പറ്റില്ല. അത് ഡയറക്ടർ ബ്രില്യൻ, അത് ജിതിൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു പെണ്ണിൻ്റെ പുറകെ നടക്കുന്നത് കാണിക്കുന്നു, അടുത്ത സ്റ്റെപ്പായിട്ട് വേറൊരു പെണ്ണിനെ പ്രണയിക്കുന്നത് കാണിക്കുന്നു, ഇനിയൊരു സ്റ്റെപ്പായിട്ട് വേറൊരു പെണ്ണുമായിട്ട് ബെഡിൽ പോകുന്നത് കാണിക്കുന്നു, അടുത്ത സ്റ്റെപ്പ് വേറൊരു പെണ്ണുമായിട്ട് ആ പെണ്ണിന് വിഷം കൊടുക്കുന്നത് കാണിക്കുന്നു, അടുത്ത സ്റ്റെപ്പ് വേറൊരു പെണ്ണിനെ കാർ ഡിക്കിലോട്ട് കാണിക്കുന്നു. അതിനർത്ഥം എന്താ? എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നു, പക്ഷേ എല്ലാവരും കാണിക്കാൻ സമയമില്ല. പിന്നെ റിജക്ഷൻ കിട്ടുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. അതിലൊരു ക്യാരക്ടർ, ടെക്സ്റ്റൈൽസിലൊരു ക്യാരക്ടർ പറയുന്നുണ്ട് നിങ്ങളെ ഉദ്ദേശം നടക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ഒരുപാട് റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ റെഫറൻസ്. അതേപോലെ തന്നെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിനായകൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പോലീസുകാരൻ, അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തരം പെണ്ണുങ്ങളെ വളച്ച ഇയാൾക്ക് എത്രത്തോളം റിജക്ഷൻ കിട്ടിക്കാണും, അത് എത്രത്തോളം പെണ്ണുങ്ങളെ പിന്നാലെ നടന്നിട്ടുണ്ടാവും അല്ലേ? പിന്നാലെ നടക്കുന്ന എല്ലാ പെണ്ണുങ്ങളും ഓക്കെ പറയില്ലല്ലോ. അപ്പോൾ എത്രയോ പെണ്ണുങ്ങളെ പിന്നാലെ നടന്ന് അതിൽ നിന്നും കുറച്ച് പേരെ വളച്ച്, ആ വളച്ച ആൾക്കാരിലും കുറച്ച് പേര് 1-2 പേര് മിസ്സായി, പല കാരണങ്ങൾ കൊണ്ട് കൊല്ലാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ആണ്, അതെല്ലാം കൂടി ഒരു സിനിമയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഒരു സീരീസൊക്കെ ആണെങ്കിലും ഓക്കെ, സീരിയലൊക്കെ ആണെങ്കിലും ഓക്കെ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ജിതിൻ കെ ജോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ത്രില്ലിംഗ് മൂഡ്, പടത്തിൻ്റെ BGM ഒക്കെ കിടുമായിരുന്നു, ത്രില്ലിംഗ് ഒക്കെ. പക്ഷേ ത്രില്ലിംഗ് നമുക്ക് അടുത്ത് എന്ന രീതിയിൽ ത്രില്ലിംഗ് വരുത്താൻ വേണ്ടി BGMന് സാധിച്ചു, പക്ഷേ അത് സിനിമയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചില്ലെന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കളങ്കാവലിനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എന്തുകൊണ്ട് കളങ്കാവൽ 100 കോടി നേടിയില്ലെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഇത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നു. അതായത് സ്റ്റാർഡത്തേക്കാൾ ഉപരി കണ്ടന്റിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. അപ്പോൾ മോഹൻലാലിൻ്റെയൊക്കെ തുടരും പോലുള്ള സിനിമകളൊക്കെ 100-200 കോടിയൊക്കെ അടിക്കുന്ന സമയത്ത് പലരും പറയും സ്ലീപ്പിംഗ് സെൽ ഉണർന്നു എന്ന് പറയും. ഒരിക്കലും അങ്ങനെ ലാലേട്ടൻ്റേതായിട്ട് മാത്രമുള്ള സ്ലീപ്പിംഗ് സെൽ മലയാള സിനിമയ്ക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ ആൾക്കാർക്കും കഥയ്ക്കാണ് മലയാള സിനിമയ്ക്ക് സ്ലീപ്പിംഗ് സെൽ ഉള്ളത്. ഇപ്പോൾ മോഹൻലാലിന് നല്ലൊരു കഥയും അത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും കൂടി ചേർന്ന് വന്നപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ കൂടുവിട്ട് ഇളകി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ മാത്രമല്ല മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അതേപോലെ മമ്മൂട്ടിയിലോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു കിക്ക് വെയിറ്റ് ആയിട്ടുള്ളൊരു ഒരു സംഭവം കിട്ടാത്തതുകൊണ്ടാണ് 100 കോടിയിലോട്ട് എത്താത്തത്. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ലോക, ഇതിലൊന്നും മമ്മൂട്ടിയെ മോഹൻലാൽ ഇല്ലല്ലോ. ആ പടത്തിന് അത്രയും 200 കോടിയൊക്കെ നേടിയില്ലേ? അതാണ് പെട്ടെന്നുള്ള നല്ല തീമിനെയും അതേപോലെയുള്ള ക്വാളിറ്റിയുള്ള വർക്കിനെയും മലയാളി പ്രേക്ഷകർ അംഗീകരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ നേരെ തിരിച്ചു വരുമ്പോൾ ഒരിക്കലും കളങ്കാവൽ നല്ല തീമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ക്വാളിറ്റിയിൽ വർക്കല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ചെയ്തത് മമ്മൂട്ടിയാണ്. അപ്പോൾ കൂടുതൽ പ്രതീക്ഷിക്കും. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റ് അവിടെ വരികയാണ്. നമ്മൾ വിരാട് കോഹ്ലിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരിക്കലും ഹർഷത് റാണയിൽ നിന്നും പ്രതീക്ഷിക്കില്ല. അതേപോലെ തന്നെയാണ് മമ്മൂക്കയിൽ നിന്നും നമ്മൾ ഒരുപാട് ഇനിയും പ്രതീക്ഷിക്കും. ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് അത് ഉയരാത്തത് കൊണ്ടാണ് 100 കോടിയിലോട്ട് അത് പോകാത്തത്. ഇപ്പുറത്ത് മോഹൻലാലിന് നിന്ന് പ്രതീക്ഷിക്കുന്നത് കിട്ടുന്നുള്ളതുകൊണ്ടാണ് അത് 100 കോടിയിലോട്ട് പോകുന്നത്. അപ്പോൾ മമ്മൂക്കൊക്കെ ഇനിയും അപ്പോൾ പറയും നമ്മളാണോ വിലയിരുത്തേണ്ടത്? ഒരിക്കലും അല്ല. ഈ ഒരു തീം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അപ്പോൾ ഓഫ് ബീറ്റ് മൂവിയാണ് എന്ന രീതിയിൽ പറയും. നമ്മൾ ഓഫ് ബീറ്റ് മൂവിയാണ്, ഇത് ഇങ്ങനെയാണ് അവർ മമ്മൂട്ടി കമ്പനിയും ഡയറക്ടറും ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, അതുകൊണ്ടാണ് ആ പടം അങ്ങനെ എടുത്തിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇത്ര നല്ലൊരു സബ്ജക്റ്റ് കിട്ടിയിട്ട് കുറച്ചുകൂടി ഒരു 5-ാം പാതിര ടൈപ്പ് ത്രില്ലിംഗ് അതിലോട്ട് എലമെൻറ്റ് അത് എങ്ങനെയാണ് കൊണ്ടുവരുക വെച്ചാൽ നമുക്കറിയില്ല. അങ്ങനെ നമുക്കൊരു പടം പോയി എടുത്താൽ പോരെ. ഒരു പ്രേക്ഷക എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, കുറച്ച് ത്രില്ലിംഗ് എലമെൻറ്റ് എവിടെയെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തിരി, നമ്മൾ പറയില്ല, ഒരു പാലിൽ ലേശം സയനൈഡ് ഒഴിച്ചാലും അല്ലെങ്കിൽ വിഷം ഒഴിച്ചാലും അത് വിഷമായി മാറും എന്ന് പറഞ്ഞ പോലെ ഒരു ഇത്തിരി ത്രില്ലിങ്ങിൻ്റെ ഒരു സംഭവം എവിടെയോ ഒരു മിസ്സായ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്താം. മറ്റൊരു സിനിമ വിശേഷമായിട്ട് ഉടനെ വരാം. ബൈ, സീ യു, താങ്ക് യു.